ഹലോ, ഇന്ന് നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള വേർഡ്, എക്സൽ, പവർ പോയിന്റിന്റെ കുറച്ച് സിമിലാരിറ്റീസ് നോക്കാം. വേർഡ് നിങ്ങൾക്ക് എല്ലാം അറിയാം. വേർഡ് ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ബയോഡേറ്റ, ലെറ്റർ, സ്റ്റോറി റൈറ്റിംഗ്, അതേപോലെ റൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് ഓബ്ജക്റ്റുകൾ ആഡ് ചെയ്യാം, ഇമേജസ് ആഡ് ചെയ്യാം, ഇമേജസ് എഡിറ്റ് ചെയ്യാം, ചെറിയ ചെറിയ മൾട്ടിമീഡിയ വർക്കുകൾ ഇതിനകത്ത് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ എക്സൽ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഒരു സ്പ്രെഡ്ഷീറ്റ് ആണ്. കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനെ ഷീറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. കൂടുതലും അക്കൗണ്ടിങ് പോലുള്ള മേഖലകളിലാണ് ഇതിന്റെ പ്രാധാന്യം വരുന്നത്. പവർ പോയിന്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും പവർ പോയിന്റ് ഉപയോഗിക്കുന്നത്. സ്ലൈഡുകളായിട്ടാണ് ഇത് വരുന്നത്. ഇതിൽ അനിമേഷൻസ്, ട്രാൻസിഷൻസ് എന്നും പറഞ്ഞ് കുറേ ഓപ്ഷനുകളുണ്ട്. ഇന്നിവിടെ നമ്മൾ ഇതിന്റെ മൂന്നും തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ്, എന്തൊക്കെയാണ് ഇതിന്റെ സിമിലാരിറ്റീസ്, അല്ലെങ്കിൽ എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ടാബുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. മൈക്രോസോഫ്റ്റിന്റെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളായിട്ടുള്ള മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ ആൻഡ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, അങ്ങനെ മൂന്നിൻ്റെയും ഒരു സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൂന്നും എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിന്റെ മുകളിലായിട്ട് ഏറ്റവും ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ മുകളിലായിട്ട് അതിന്റെ ഫയൽ നെയിം എഴുതി വരുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ ഇതില് 2010 മോഡലാണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത്. അതിൽ ഒരു റെഡ് കളറിൽ മേളിൽ കാണുന്ന ആ ഒരു ഭാഗത്തിന് അതിന്റെ ടൈറ്റിൽ എഴുതി വരുന്ന ഭാഗമായതുകൊണ്ട് ടൈറ്റിൽ ബാർ എന്ന് നമുക്ക് പറയാം. ഇപ്പൊ വേർഡ് എടുക്കുകയാണെങ്കിൽ വേർഡിന്റെ മുകളിൽ ഡോക്യുമെന്റ് 1 എന്ന് എഴുതി വന്നിട്ടുണ്ട്, അതിന്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ഫയൽ നെയിം എഴുതി വന്നിട്ടുണ്ട്. അതാണ് വേർഡിന്റെ ടൈറ്റിൽ ബാർ. എക്സൽ എടുക്കുകയാണെങ്കിൽ എക്സലിന്റെ ആപ്ലിക്കേഷന്റെ മുകളിലായിട്ട് ആ റെഡ് കളർ ഉള്ളിടത്ത് ബുക്ക് 1 എന്ന് എഴുതി വന്നിട്ടുണ്ട്. ബുക്ക് 1 ആക്ച്വലി ഫയൽ നെയിം ആണ്. നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ സേവ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന നെയിം ഏതാണോ അതായിരിക്കും ഇതിന് ശേഷം അവിടെ വരുന്നത്. ഇപ്പം സേവ് ചെയ്യാത്ത ന്യൂ ഡോക്യുമെന്റ് ആയത് കാരണം അത് വേർഡിൽ ഡോക്യുമെന്റ് 1 എന്നും എക്സലില് ബുക്ക് 1 എന്നും പവർ പോയിന്റിൽ പ്രസന്റേഷൻ 1 എന്നും വന്ന് കിടക്കും. അപ്പൊ ആ ഒരു ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്, ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. അത് മൂന്നിനകത്തും സിമിലർ ആയിരിക്കും, ഏകദേശം കോമൺ ആയിരിക്കും. ആ പേര് മാത്രമേ ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ടൈറ്റിൽ ബാറിന്റെ വലത്ത് സൈഡിലായിട്ടുള്ള മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ് 3 ബട്ടണുകളുണ്ട്. ഈ 3 ബട്ടണുകളും വേർഡിലും എക്സലിലും പവർ പോയിന്റിലും ഉണ്ട്. ആ 3 ബട്ടണുകളെ നമുക്ക് വിൻഡോ കൺട്രോൾ ബട്ടണുകൾ എന്നാണ് പറയുന്നത്. ആ വിൻഡോയെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ മിനിമൈസ് ആക്കാം, മാക്സിമൈസ് ആക്കാം, ക്ലോസ് ആക്കാം. അതാണ് വിൻഡോ കൺട്രോൾ ബട്ടണുകൾ. മൂന്നിലും അത് കോമൺ ആയിട്ടായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ ഈ ടൈറ്റിൽ ബാറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ടാബുകൾ ഇട്ടിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അതിനെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ് പറയുന്നത്. അതായത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ ആക്സസ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള ടൂൾസ് ഇടുന്ന സ്ഥലമാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യാം പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. അത് വേണ്ട എങ്കിൽ അത് അവിടെ നിന്ന് മാറ്റാം. അത് വേർഡിലും എക്സലിലും പവർ പോയിന്റിലും ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും. ഇതുപോലെ തന്നെ അടുത്ത ഒരു ടാബാണ് ഏറ്റവും താഴെയായിട്ട്. ഇപ്പൊ വേർഡിന്റെ ഏറ്റവും താഴെ പേജ് 1, വേർഡ്സ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലേഔട്ട് ഓപ്ഷനുകളുണ്ട്, സൂം ഓപ്ഷനുണ്ട്. ഇതിനെയാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. അത് വേർഡിലുണ്ട്, എക്സലിലും താഴെയായിട്ടുണ്ട്, പവർ പോയിന്റിന്റെ താഴെയും ഉണ്ട്. സ്ലൈഡ്, ഓഫീസ് തീം, ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന ഈ ഒരു ഭാഗമാണ്. സൂം ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. അപ്പം വേർഡിലും എക്സലിലും പവർ പോയിന്റിലും ടൈറ്റിൽ ബാർ, സ്റ്റാറ്റസ് ബാർ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, വിൻഡോ കൺട്രോൾ ബട്ടണുകൾ, ഇത്രയും നമ്മൾ നോക്കി. അതുപോലെ തന്നെ മൂന്നിനകത്തും ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫയൽ വേർഡിലും ഉണ്ട്, എക്സലിലും ഉണ്ട്, അതേപോലെ തന്നെ
പവർ പോയിന്റിലുണ്ട്. ഓക്കെ, ആക്ച്വലി 2007 മോഡല് മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ് എടുക്കുകയാണെങ്കിൽ അതിന് ഓഫീസ് ബട്ടണുകൾ എന്നാണ് പറഞ്ഞിരുന്നത് ഈ ഫയലിനെ. ഇപ്പോഴാണത് ഫയൽ എന്ന് പറഞ്ഞ് അതിന് ശേഷമുള്ളതിനകത്താണ് ഫയൽ എന്ന് പറഞ്ഞൊരു ടാബായിട്ട് മാറിയിരിക്കുന്നത്. ഫയലിനകത്തുള്ള എല്ലാം ഏകദേശം സെയിം ആണ്. സേവ്, സേവ് ആസ്, ഓപ്പൺ, ക്ലോസ്, ഇൻഫർമേഷൻ, റീസെന്റ്, ന്യൂ പ്രിന്റ്, അങ്ങനെയൊക്കെ വരും. അതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും. അതിനുശേഷം ഇതിൽ മൂന്നിലും സിമിലർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഹോം, ഇൻസേർട്ട്, ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്, റിവ്യൂ, വ്യൂ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ. ആ ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്, റിവ്യൂ, വ്യൂ എന്ന് പറയുന്ന ആ ഒരു ഇതിനെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ റിബൺസ് എന്നാണ് പറയുന്നത്. വേർഡിലും റിബൺസ് ഉണ്ട്, എക്സലില് റിബൺസ് ഉണ്ട്, പവർ പോയിന്റിലും റിബൺസ്. എക്സലിലെ റിബൺസ് ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുല, ഡേറ്റ, റിവ്യൂ, വ്യൂ ആണ്. അതേസമയം പവർ പോയിന്റിൽ ഹോം, ഇൻസേർട്ട്, ഡിസൈന്, ട്രാൻസിഷൻ, അനിമേഷൻ, സ്ലൈഡ് ഷോ, റിവ്യൂ, വ്യൂ. ഇതിന് പുറമെ വേറെയും കുറെ റിബണുകൾ ഇവിടെ അപ്പിയർ ആവും നമ്മൾ ഓരോരോ പ്രവർത്തികൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ. ഓക്കെ, ഓരോ റിബണിനകത്തും മിനി ടൂളുകൾ കാണും. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഇതിൽ മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ബാർ, അതിന്റെ വിൻഡോ കൺട്രോൾ ബട്ടണുകൾ, അതേപോലെ അതിന്റെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, സ്റ്റാറ്റസ് ബാർ, ഫയൽ ഓപ്ഷൻ. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെയും ഇൻഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ വീഡിയോകൾ തുടർന്നും വരുന്നതായിരിക്കും. താങ്ക് യു.